അപ്പോൾ എനിക്കെന്തോ ഒരു സംശയം തോന്നി. ഞാൻ അവിടെ നിന്ന് ആ ടീച്ചറിനെ വിളിച്ചപ്പോൾ ആ ഹോൾഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തു. വീണ്ടും പറഞ്ഞ് ഇവിടെ എങ്ങാണ്ട് ഉണ്ട്. എനിക്കെന്തോ ഒരു സംശയം തോന്നി. ഞാൻ നേരെ ഇവിടെ വന്നു. ഞാൻ 4-4:15 ഇവിടെ വന്ന് ഓട്ടോയും കൊണ്ട് വന്നപ്പോൾ ഇവിടെ 2-3 ടീച്ചർമാർ മാത്രമേ ഉള്ളൂ. ഈ ടീച്ചർമാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കറിഞ്ഞൂടാ. നിങ്ങൾ പറഞ്ഞില്ലായിരുന്നോ നൗഫൽ സാറാണ് ഇതിൻ്റെ ആൾ, സാറ് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല. നമ്മൾ തെറ്റ് ചെയ്തു, അത് ഒരു തവണത്തേക്ക്. ഞാൻ പറഞ്ഞു എൻ്റെ എവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 16 വയസ്സ് വരെ വളർത്തിക്കൊണ്ടുവന്ന എൻ്റെ നമ്മളൊരു സ്കൂളിൽ വിടുമ്പോൾ തന്നെ അവൻ 3:30 മണി വരെ അവിടെ കാണുമെന്നൊരു ഉറപ്പിലല്ലേ നമ്മൾ നിൽക്കുന്നത്. ഇത് 10 ദിവസത്തെ ക്യാമ്പ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെയോ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയുടെ അനുവാദം ഇല്ലാതെ അവനെ കൊണ്ടുപോയി. എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവനെ ഒന്ന് കണ്ടതിന് ശേഷം ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കും. എനിക്കറിയത്തില്ല. നൗഫൽ സാറ് പറയുന്നു ദാ വരുന്നു എന്ന്. ഈ നൗഫൽ സാർ നെടുമങ്ങാടെന്ന് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 2 മണിക്കൂറായി. ഇവനും വന്നിട്ടില്ല. അപ്പോൾ എനിക്കറിയാം ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചേ ഇതിനകത്ത് വരുള്ളൂ. അവനെ അവിടുന്ന് പരിപാടി നടക്കുന്ന സ്ഥലത്തായിരിക്കും കൊണ്ടുവരണം. രണ്ടുപേരും കൂടെ ഒന്നിച്ച്. ഇപ്പോഴും ഞാൻ നൗഫൽ സാറിനെ വിളിച്ചു, ബെല്ലടിക്കുന്നു, എടുക്കുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ ഞാൻ വിളിച്ച് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം, ഞാൻ പരാതി തരാൻ പറ്റും, ഞാൻ ഇവിടെ തന്നെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ദിവസം കോൺസ്റ്റബിൾ ആണെന്ന് തോന്നുന്നു എടുത്ത് ആ ശരിയെന്ന് പറഞ്ഞ് വച്ചു. ഇനിയിപ്പോൾ അവർ വരുമോ എന്ന് അറിഞ്ഞൂടെ. ഇല്ലെങ്കിൽ ഇവൻ വന്നതിന് ശേഷം ഞാൻ അവിടെ പോയി പരാതി കൊടുക്കും.